നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ പകലേറെ നടുക്കമുണ്ടാക്കുന്ന രണ്ട് വാർത്തകളാണ് പുറത്തു വരുന്നത്. മലപ്പുറത്ത് 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജീവനൊടുക്കിയ സംഭവം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മാവൻ. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ മൃതദേഹം കിണറ്റിൽ കണ്ട സംഭവത്തിൽ ദുരൂഹതയുണ്ട്. കുട്ടിയുടെ അമ്മയുടെ സഹോദരനായ ഹരികുമാർ കുറ്റം സമ്മതിച്ചുവെന്നാണ് സൂചന. കുട്ടിയെ ഇയാൾ കിണറ്റിലെറിഞ്ഞ് കൊന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഇല്ലെന്ന് ദേഹപരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. വീട്ടിലുള്ള ആൾ തന്നെയാണ് കുട്ടിയെ അപായപ്പെടുത്തിയതെന്ന് പോലീസിന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. കുട്ടിയുടെ അമ്മ, അച്ഛൻ, മുത്തശ്ശി എന്നിവരെ ചോദ്യം ചെയ്യുകയാണ് പോലീസ്. ഇതിൽ കുട്ടിയുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഈ മരണത്തിൽ പങ്കുണ്ടോ എന്ന ചില സംശയമുണ്ട്. ഇവരെ പ്രതി ചേർക്കാനുള്ള സാധ്യതയുമുണ്ട്. അതെ, വെളുപ്പാങ്കാലമാണ് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത്. അമ്മ ആണ്, ശ്രീതു ആണ് കാണാനില്ല എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തന്നെ എത്തിയ പോലീസ് സംഘത്തിന് ഒരു ദുരൂഹത ഉയർന്നിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ വളരെ അസ്വാഭാവികത ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ അകത്തെ വീട് തീ കത്തിയ ഒരു നിലയിൽ കണ്ടു. അമ്മാവന്റെ മൊഴിയാണെന്ന് തോന്നുന്നല്ലേ? അമ്മാവന്റെ മൊഴിയും ഈ പറയുന്ന അമ്മയുടെ മൊഴിയിലൊക്കെ പോലീസിന് ആദ്യമേ പോലീസ് പറയുന്നത് ഒരു നാടകം കളിക്കുന്നുണ്ട്, ഇതിനെ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ള രീതിയായിരുന്നു അവർ പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഈ രാവിലെ പോലീസ് എത്തി കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടി കിണറ്റിലുണ്ടെന്ന് പറയുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി പരിശോധന നടത്തി. സ്ഥിരീകരിച്ചിട്ടാണോ കിണറ്റിലേക്ക് ഫയർഫോഴ്സ്? തീർച്ചയായും പോലീസ് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയെന്നാണ് മനസ്സിലായി. ഇവിടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഇവിടെ പുറത്തെ ആൾക്കാരടുത്തൊക്കെ പറഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും വന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല. നാട്ടുകാർക്കും എല്ലാവർക്കും സംശയമുണ്ടായി. ഇവിടെ നിന്ന് വേറെ ആരും കുട്ടിയെ കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. കാരണം പുറത്ത് CC ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് യാതൊന്നുമില്ല. പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അവരൊക്കെ നോക്കിയപ്പോൾ കുട്ടി കിണറിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യത തോന്നി. മറ്റവൾ ദേവസ്വം ബോർഡിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു ശ്രീതു. പിന്നെ കുറച്ച് കടമുണ്ടെന്നൊക്കെ ഈ അവൾ അച്ഛൻ മരിച്ചപ്പോഴാണ് ഇത് പുറത്തു വരാൻ കാരണം. മോളായിരിക്കണം, അതാണ് നമ്മളെ നിഗമനം. ഇവിടെ കടം വാങ്ങിയ ആളുകൾ വന്ന് കടം കൊടുത്ത ആൾക്കാരങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് അറിയാന്നുള്ള. ആളാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജോലി വാങ്ങി കൊടുക്കാൻ അങ്ങനത്തെ പ്രശ്നമൊക്കെ കേട്ടിട്ടുണ്ടായില്ല. ജോലി ആര് വാങ്ങിച്ചു കൊടുത്തൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് എങ്ങനെ കിട്ടിയെന്നും അറിഞ്ഞുകൂടാ. അവർ PSC മുഖേന കിട്ടിയെന്നാണ് പറഞ്ഞത്. ഒരു ആദ്യമേ സാമ്പത്തിക വിഷയമുണ്ട്. പിന്നെ ഇവർ ഭർത്താവും ഭാര്യയായിട്ടുള്ള നല്ല ബന്ധത്തിലല്ല ഇപ്പോഴും. കാരണം പുള്ളി ആയിട്ട് ഒരു സഹകരണം വലുത് കുറവെന്നാണ് നാട്ടുകാർ പറയുന്നത് എല്ലാവരും. കാരണം പുള്ളി ഈ മരണത്തിൻ്റെ ഇന്ന് 16ആണ്. ഇന്നലെ വന്നതായിട്ടാണ് ഇവിടെ അടുത്തുള്ള നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ നമുക്ക് ദുരൂഹതയാണ്. അല്ലെങ്കിൽ കൊച്ചി ഒരിക്കലും 2.5 വയസ്സ് പ്രായമുള്ള കൊച്ചി ഒരിക്കലും ഈ കിണറ്റിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ആരോ ഇതിനകത്ത് ഭാഗമാണ്. അത് നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവന്നേ പറ്റി. ഏത് ഉന്നതനായാലും പോലും ഇത് നിയമത്തിൻ്റെ മുമ്പ് ഇവരെ കൊണ്ടുവരണം. അതാണ് നമ്മുടെ നാട്ടുകാരെന്നുള്ള അവരുടെ ആവശ്യം. 100% ഉണ്ട്. രാവിലെ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിക്ക് എന്തോ അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കുടുംബപരമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. കട്ടിലുൾപ്പെടെ വീട്ടിനകത്ത് ചില ഉപകരണങ്ങൾ കത്തിയിട്ടുണ്ട്. ചെറിയ തീപിടുത്തം ഉണ്ടായതിൻ്റെ ലക്ഷണം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഷയം അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. ഉറപ്പായിട്ടും എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ 2 വയസ്സായ കുഞ്ഞിന് ഒരിക്കലും അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയുന്നതല്ല. മറ്റേതെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ്. അപ്പോൾ അത് പോലീസിൻ്റെ അന്വേഷണത്തിലാണ്. തീർച്ചയായും ഇവിടുത്തെ മുഴുവൻ ആളുകളും കുടുംബാംഗങ്ങൾ പോലീസ് സർവൈലൻസിലാണ്. ഇതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇന്നലെ ഉണ്ടായതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോൺസിക്വൻസസ് ആണെങ്കിൽ ഉറപ്പായും പോലീസിൻ്റെ അന്വേഷണത്തിൽ വരും എന്നാണ്. രക്ഷിതാക്കൾക്കും 6 വയസ്സുകാരി സഹോദരിക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെയാണ് പുലർച്ചെ കാണാതായത്. പുലർച്ചെ 5 മണിയോടെ മകളുടെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ കിടത്തിയിരുന്ന സ്ഥലത്ത് കുഞ്ഞിനെ കാണാനില്ലായിരുന്നുവെന്നാണ് അമ്മ ശ്രീതു ആദ്യം പോലീസിനോട് പറഞ്ഞത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ദുരൂഹതയുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി. രക്ഷിതാക്കളുടെ മൊഴിയിലും വൈരുദ്ധ്യങ്ങൾ ഏറെയായിരുന്നു. അമ്മ ശ്രീതുവിന്റെ സഹോദരൻ ഹരിയുടെ മുറിയിൽ തീയിട്ടതിൻ്റെയും തീ അണയ്ക്കാൻ ശ്രമിച്ചതിൻ്റെയും തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് വീട്ടുകാരെ, അതായത് അമ്മയെയും അമ്മാവനെയും മുത്തശ്ശിയെയും ഉൾപ്പെടെയുള്ളവരെയും ചോദ്യം ചെയ്തത്. പിന്നീട് ഈ കുട്ടിയുടെ അമ്മാവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ബാലരാമപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, തുടക്കത്തിൽ തന്നെ, അതായത് ഇന്ന് പുലർച്ചെ ഈ കുഞ്ഞിനെ കാണാതാകുന്നു എന്ന വിവരം വരുന്നു. പിന്നീട് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർക്ക് സംശയം തോന്നിയതാണ്. പോലീസിനും ദുരൂഹത പോലീസും കരുതിയതാണ്. ഒടുവിൽ
അമ്മാവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, അമ്മയെയും പ്രതിയാക്കുമെന്ന് പറയുന്നു. ഇതെന്തായിരിക്കാം ഈ കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായ രീതിയിൽ 2 വയസ്സുള്ള ഒരു കൈക്കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തായിരിക്കും അരുൺ? ടോം, കൊലപാതകത്തിന്റെ കാരണം എന്ത് എന്നത് മാത്രമാണ് ഇനി ആ രീതിയിൽ നമുക്ക് വ്യക്തമാക്കേണ്ടത്. 2 പേർ പ്രതികളാകുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. അത് ഒന്ന് കുട്ടിയുടെ അമ്മ സീതു, മറ്റൊന്ന് അമ്മാവൻ ഹരികുമാർ. ഈ 2 പേരും പ്രതികളാകുമെന്ന ഉറപ്പാണ്. സിധുവിന്റെ അമ്മയെയും നേരത്തെ സംശയനിഴലിൽ പോലീസ് നിർത്തിയിരുന്നു. പക്ഷെ അവർക്കിതിൽ പങ്കില്ല നിഗമനത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ പോലീസ് എത്തിയിട്ടുള്ളത്. കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തിനും ഈ ഇതിൽ പങ്കില്ല എന്ന് പോലീസ് ആദ്യം തന്നെ ഉറപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയെ രാവിലെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രീതു നൽകിയ മൊഴികൾ, പോലീസിനെ അറിയിച്ച വിവരങ്ങളൊക്കെ തികച്ചും തെറ്റായിരുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും പരസ്പര വിരുദ്ധവുമായിരുന്നു. ആർക്കൊപ്പമാണ് കുട്ടി ഉറങ്ങിയത്? കുട്ടിയെ കാണാതെ പോയി, തീ പടരുന്നത് കണ്ട് നോക്കുമ്പോൾ അവിടെ കുട്ടിയില്ലായിരുന്നു എന്നൊരു മൊഴിയാണ് ആദ്യം മുതൽ അമ്മ നൽകുന്നത്. പക്ഷേ ആർക്കൊപ്പമാണ് കുട്ടി കിടന്നതെന്ന ചോദ്യത്തിന് കുട്ടിയുടെ അച്ഛനൊപ്പം കിടന്നു എന്ന മൊഴിയാണ് അമ്മ സീതു നൽകിയത്. മാത്രവുമല്ല, ഈ അച്ഛനെ വിളിച്ചുണർത്തി കുട്ടി നിങ്ങൾക്കൊപ്പമല്ലേ കിടന്നത്, കുട്ടിയെ കാണാനില്ലല്ലോ എന്ന് അവർ ചോദിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ തന്നെ കുട്ടിയുടെ അച്ഛൻ നിഷേധിച്ചു. തനിക്കൊപ്പമല്ല കുട്ടി ഉറങ്ങിയത് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനൊപ്പമെന്നാണ് ആദ്യഘട്ടം മുതൽ ഈ ശ്രീജിത്ത്, കുട്ടിയുടെ അച്ഛൻ, പറഞ്ഞത്. പക്ഷേ അതിനെ തള്ളിക്കൊണ്ടുള്ള മൊഴികളാണ് കുട്ടിയുടെ അമ്മുമ്മയും അതുപോലെ തന്നെ ശ്രീതുവും ഹരികുമാറും അമ്മാവരും പോലീസ് നൽകിയത്. ഇവർ പലപ്പോഴും ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ബോധപൂർവം പോലീസിനെ വഴിതെറ്റിക്കാനുള്ള മൊഴികൾ നൽകി, മാറ്റി മൊഴികൾ നൽകി. അത് പോലീസിനെ വലിയ രീതിയിൽ കുഴച്ചു. ഏറ്റവും ഒടുവിലാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഹരികുമാർ താനാണ് ഈ കൊലപാതകം ചെയ്തത്, കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു എന്ന ഒരു മൊഴി, കുറ്റസമ്മത മൊഴി എന്ന പോലെ ഹരികുമാർ നൽകി. പിന്നീട് അയാൾ അത് മാറ്റിപ്പറയുകയും ചെയ്തു. മൊഴികൾ നിരന്തരം മാറ്റി പോലീസിനെ അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റാനുള്ള ബോധപൂർവ ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഏതാണ്ട് പോലീസ് ഒരു കാര്യം ഉറപ്പിക്കുന്നു, കൊല നടത്തിയത് ഹരികുമാർ തന്നെയാണ്. കുട്ടിയുടെ അമ്മ ശ്രീധൂരും ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തു. മറ്റു 2 പേരെ പോലീസ് സംശയത്തിൽ നിന്ന് മാറ്റുകയാണ്. അത് കുട്ടിയുടെ അമ്മുമ്മയും അതുപോലെ തന്നെ അച്ഛനെയും, ഈ 2 പേർക്കും ഇതിൽ പങ്കില്ല എന്നൊരു വിലയിരുത്തലിലേക്ക്, നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേരുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, എന്താണ് കൊലപാതകത്തിനുള്ള കാരണം? സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ലക്ഷങ്ങളുടെ അത് തന്നെയാണ് അരുണ് വലിയൊരു ദുരൂഹതയുള്ളത്. എന്തിനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആദ്യഘട്ടത്തിൽ ഈ അമ്മാവിന് ചില മാനസിക പ്രശ്നമുണ്ട്, ആ മാനസിക വിഭ്രാന്തിയിൽ കാണിച്ച ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാ എന്ന രീതിയിലുള്ള മൊഴികളൊക്കെ ഇവർ നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കേസിനെ വഴിതിരിച്ചുവിടാം, അല്ലെങ്കിൽ ഈ പ്രതിയെ ഈ മാനസിക വൈകല്യമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല നീക്കങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ പോലീസ് അത് തള്ളിക്കളയുന്നു. ബോധപൂർവം ആസൂത്രിതമായി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാം എന്നൊരു നിഗമനം തന്നെ ആയിരിക്കുമോ പോലീസിനുള്ളത്? അത് തന്നെയാണ് ഇയാളുടെ ഹരികുമാറിന്റെ മനോനില ശരിയല്ല, അല്ലെങ്കിൽ അയാൾ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്നും ഡിഫറൻറ്റ്ലി ഏബിൾ ആണെന്നും ഒക്കെ പറയുന്ന ചില മൊഴികളുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു ശ്രമങ്ങൾ നടത്തിയതൊക്കെ കേസ് അന്വേഷണത്തെ വഴിതെറ്റിക്കാനെന്ന് തന്നെയാണ് പോലീസ് കരുതിയ. ഒരു അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ അല്പസമയം സംസാരിക്കുമ്പോൾ അതെല്ലാം അവരുടെ നമ്പറാണ്, തന്ത്രമാണ് എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മോട് ഓഫ് ദ റെക്കോർഡ് പറഞ്ഞത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാകും ഇതിന്റെ യഥാർത്ഥ കഥ പുറത്തു വരുമ്പോൾ, യഥാർത്ഥ കാരണം പുറത്തു വരുമ്പോൾ നിങ്ങൾ അറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ പോകുന്നത്, നമ്മുടെ രാവിലെ 10 മണിയോടുകൂടി സംസാരിക്കുമ്പോൾ സ്ഥല MLA കൂടിയായ എം വിൻസെന്റ് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക്, ഇപ്പോൾ പറയുന്ന കാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നേക്കാം. ആ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ് പോലീസിന്റെ ഈ അന്വേഷണം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അത് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്കത് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പോലീസ് തന്നെയാണ് അത് പറയേണ്ടത്. എന്താണ് ഈ കുട്ടിയെ ഒഴിവാക്കാൻ ഇവർ തയ്യാറായത്? എന്തുകൊണ്ടാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്? സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ ഈ 2 വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയത് കൊണ്ട് മാത്രം എന്ത് നേട്ടമാണ് അവർക്കുണ്ടാകുന്നത്? അപ്പോൾ അവിടെ സാമ്പത്തിക പ്രശ്നമുണ്ട് എന്നത് വസ്തുതയാണ്, അതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് ചില കാരണങ്ങൾ കൂടി ഉണ്ട്. അത് പോലീസാണ് ആ കാരണങ്ങൾ പറയേണ്ടത്. ആ കാരണങ്ങളിലേക്ക്, അതിന്റെ യഥാർത്ഥ നിഗമനങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പുരോഗമിക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് കൂടി പോലീസ് കാത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മരണ കാരണമെന്ത്? കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തി, കൊന്ന ശേഷം കൊണ്ട് കിടന്നിട്ടതല്ല, എറിഞ്ഞു കൊലപ്പെടുത്തി എന്നാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അത് ഒന്നുകൂടി സ്ഥിരീകരിക്കാനാകാം ഒരുപക്ഷെ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി. തീർച്ചയായും
ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇയാൾക്ക് ഈ അമ്മാവൻ എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളതായിട്ട് നാട്ടുകാർക്ക് അറിവുണ്ടോ? പോലീസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? മാത്രമല്ല ഈ അച്ഛൻ്റെ മൊഴിയെ, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മൊഴിയാണല്ലോ നിർണായകമായത്. കാരണം അച്ഛൻ്റെ ഒപ്പമല്ല അവിടെ കടന്നത്. കാരണം ഈ അമ്മയുടെ, ഈ വീട്ടുകാരുടെ, കുടുംബാംഗങ്ങളുടെ ഒന്നടങ്കം മൊഴികളിൽ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അതിനപ്പുറം നമുക്കറിയാം ഈ സമീപകാലത്ത് ചില കുഞ്ഞുങ്ങളെയൊക്കെ കൊലപ്പെടുത്തിയ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കി അവിടെ അന്ധവിശ്വാസമൊക്കെ ഒരു ഘടകമായിരുന്നു. ആ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? അത്തരമൊരു സംശയം പോലീസിനുണ്ടോ അരുൺ? അങ്ങനെ പല അഭ്യൂഹങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത്തരം സാമ്പത്തിക പ്രശ്നങ്ങളും ഈ അന്ധവിശ്വാസ ദുർമന്ത്രവാദികളുമായി ബന്ധപ്പെട്ട കഥകളിലൊക്കെ ആദ്യഘട്ടത്തിൽ അഭ്യൂഹങ്ങളായി ഉയർന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം പോലീസ് തള്ളിക്കളയുകയാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല. മറിച്ച് യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. പക്ഷെ അത് ഈ ഘട്ടത്തിൽ നമുക്ക് ആ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ തക്ക വിധത്തിലുള്ള സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. പക്ഷെ പോലീസ് പല സൂചനകളും നൽകുന്നുണ്ട്. സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ വിൻസെന്റ് MLA ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞതുപോലെ തികച്ചും ഞെട്ടുന്ന, കേരളം ഒരുപക്ഷെ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാരണങ്ങളാകാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അപ്പോഴും ആ കാരണങ്ങൾ വരുമ്പോഴും എന്തിനാണ് ഈ കുട്ടിയെ ആ രീതിയിൽ കൊലപ്പെടുത്തുന്ന ചോദ്യം ഉയർന്നു വരും. ഈ കുട്ടിയുടെ പിതാവ് ശ്രീജിത്ത് നിരന്തരം ഈ വീട്ടിൽ വരുന്നയാളല്ല, മറ്റൊരിടത്താണ് താമസിക്കുന്നത്. ഇവരുമായി അത്ര നല്ല ബന്ധത്തിലുമായിരുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇവരുടെ കുറ്റകൃത്യവുമായോ അല്ലെങ്കിൽ ഇവരുടെ ആസൂത്രണമായോ ഒന്നും യാതൊരു ബന്ധവും ഇല്ല എന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ അയാൾ ഒഴിവാക്കാൻ കാരണവും അതുതന്നെയാണ്. ശ്രീജിത്ത് പറഞ്ഞതാണ് ശരി, കുട്ടി ഉറങ്ങിയത് അമ്മാവൻ ഹരികുമാറിനൊപ്പമാണ്. എന്തിന് അതിന് അപ്പുറത്തേക്ക് അച്ഛനൊപ്പം ഉറങ്ങി എന്ന് വരുത്തി തീർക്കാൻ ഈ അമ്മാവനും അമ്മയും ശ്രമിച്ചു. ഹരികുമാറും ശ്രീതുവും ശ്രമിച്ചു എന്നതാണ് പോലീസ് ആദ്യഘട്ടം മുതൽ പോലീസിനെ സംശയനിലയിൽ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇവരെ സംശയത്തിലേക്ക് മാറ്റാൻ പോലീസിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. അങ്ങനെ എന്തിനാണ് കള്ളം പറയുന്നത്? അതായത് അച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാതായെങ്കിൽ സ്വാഭാവികമായും അച്ഛൻ അറിവുണ്ടാകണം. അച്ഛൻ അറിയാതെ ആരെങ്കിലും എടുത്തുകൊണ്ടുപോകാൻ കഴിയുമോ? അയാൾ ആദ്യം തന്നെ ആ ശ്രീജിത്ത് നിഷേധിക്കുകയായിരുന്നു. എനിക്കൊപ്പമല്ല, ഹരികുമാറിനൊപ്പമാണ് കുട്ടി ഉറങ്ങിയത്. അവിടെയാണ് പോലീസ് ഇതിൽ ഹരികുമാറിന്റെയും അതുപോലെ തന്നെ ശ്രീധുവിന്റെയും ഒക്കെ പങ്ക് അന്വേഷിച്ചത്. ഹരികുമാർ കുറ്റം സമ്മതിക്കുമ്പോഴും അത് മറ്റാരെയും രക്ഷിക്കാനാണോ, ശ്രീധുവിനെ രക്ഷിക്കാനുള്ള സംശയമൊക്കെ പോലീസിന് ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഈ രണ്ട് പ്രതികളിലേക്ക് തന്നെ പോലീസ് എത്തിച്ചേരാനാണ് സാധ്യത. അധികം വൈകാതെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ കാരണങ്ങൾ, ഈ കൊലപാതകത്തിന്റെ ലക്ഷ്യം എന്താണ്, ആരാണ് ചെയ്തത്, എങ്ങനെയാണ് ഇത് ചെയ്തത്, എന്ത് പ്രശ്നത്തിന്റെ പേരാണ് പറയൂ കൊലപാതകത്തിലേക്ക് കടന്നതെന്ന കാര്യങ്ങളിലൊക്കെ വൈകാതെ സ്ഥിരീകരണം ഉണ്ടാകും. വാർത്താ സമ്മേളനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് നിലവിൽ പോലീസ് രണ്ടുപേരെ പ്രതി ചേർക്കും. അതായത് അമ്മാവനെയും അമ്മയെയും പ്രതി ചേർക്കുമെന്ന് പറയുന്നുണ്ട്. അമ്മൂമ്മയ്ക്ക്, മുത്തശ്ശിക്ക് ഈ കേസിൽ യാതൊരു പങ്കുമില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ അമ്മയുടെ പങ്ക് എങ്ങനെയായിരിക്കും? ഈ സംഭവം മറച്ചു വെച്ചു എന്നതായിരിക്കുമോ ഈ കേസിൽ അമ്മയെ പ്രതി ചേർക്കാനുള്ള കാരണം? അതോ അമ്മയുടെ അറിവോടുകൂടി നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണോ പോലീസ് ഉറപ്പിക്കുന്നത്? അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ സിധുവിന്റെ അറിവോടുകൂടിയാണോ അല്ലെങ്കിൽ അവർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷെ അവരും ഈ കേസിൽ പ്രതിയാകും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത്തരം വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഒന്നുകിൽ ഈ കൊലപാതകം അവരുടെ അറിവോടുകൂടിയാണ്, അല്ലെങ്കിൽ ഈ സംഭവം നടന്ന ശേഷം അത് തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ആ കൊലപാതകത്തിന്റെ കാരണങ്ങൾ മറ്റെന്തോ ആണ് വരുത്തി തീർക്കാൻ അവർ ശ്രമം നടത്തി. അത് പോലീസ് തിരിച്ചറിയുന്നു. ഈ രണ്ട് കാരണങ്ങളിലൊന്ന് ഉറപ്പായും ഉണ്ട്. അതുകൊണ്ടാണ് ശ്രീധുവിനെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറാകുന്നത്. ഇനി കൃത്യമായ വിവരം വരേണ്ടത് എന്ത് കാരണത്താൽ ഇവർ കൊലപ്പെടുത്തി, കുട്ടിയെ എന്തിനാണ് ഒഴിവാക്കാൻ ഇവർ ശ്രമിച്ചത്, എന്തിനാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തി, ആരോടുള്ള പക തീർക്കലാണ്. സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിലാണെങ്കിൽ കുട്ടിയെ കൊലപ്പെടുത്തേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. കുട്ടിയെ കൊലപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മെച്ചമുണ്ടാവുകയുമില്ല. പകരം ഈ കുട്ടിയെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള പക തീർക്കാൻ വേണ്ടി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. എന്താണ് പകയുടെ കാരണം, എന്താണ് ഈ ഒഴിവാക്കലിന്റെ കാരണമെന്നാണ് ഇനി അറിയേണ്ടത്. ഈ തീപിടുത്തം ഉണ്ടായി എന്ന തരത്തിലുള്ള സൂചനകൾ രാവിലെ ഉണ്ടായിരുന്നു. അവിടെ ഈ ഇവരുടെ മുറിയിൽ, ഹരികുമാറിന്റെ മുറിയിൽ തീ കത്തിയതിന്റെയും പിന്നീട് തീ കെടുത്തിയതിന്റെയും ഒക്കെ സൂചനകൾ ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ പോലീസിനെ ആ ഘട്ടത്തിൽ തന്നെ മനസ്സിലായതുമാണ്. ഈ ഏതാനും നിമിഷങ്ങൾക്കകം ഈ പോലീസ് പ്രതികളെ ഒരുപക്ഷെ പുറത്തു കൊണ്ടുവന്നേക്കാം എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. ഈ തീ കത്തുകയും അണയ്ക്കുകയും ചെയ്തത് മാത്രമല്ല, ഈ ചായ്പിൽ 3 കയർ കുരുക്കിട്ട് ആത്മഹത്യാ ശ്രമം നടത്തിയതുപോലുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിരുന്നു. അതും പോലീസിനെ ആ ഘട്ടത്തിൽ കുഴക്കിയതാണ്. ഇതെല്ലാം ബോധപൂർവം
അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള പ്രതികളുടെ ശ്രമം എന്നാണ് പോലീസ് ഒടുവിൽ മനസ്സിലാക്കിയത്. അതിന്റെ ഭാഗമായാണ് ഈ അന്വേഷണം ഈ രണ്ടുപേരിലേക്ക് കേന്ദ്രീകരിച്ചത്. ഈ രണ്ടുപേരിൽ ഒരാൾ വ്യക്തമാണ്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും അമ്മാവനും പ്രതികളാകും എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഉടൻ തന്നെ ഇരുവരെയും പുറത്തെത്തിക്കും എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്? ഈ രണ്ടുപേർക്കും മാത്രമാണോ പങ്കുള്ളത്? ഇക്കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷേ വി അരുൺ സംഭവ സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട്. അല്പസമയത്തിനകം ഈ ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മലപ്പുറം മഞ്ചേരിയിൽ 3 മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്ത സംഭവമാണ്. ഒളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളാണ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത്. പുലർച്ചെ 5:30ഓടെയാണ് സംഭവം. സഹോദരന്റെ ഭാര്യയാണ് മിനിമോളുടെ മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറിയിലെ ബക്കറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ലെന്ന മനോവിഷമമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ ബാലരാമപുരത്തിൽ നടക്കുന്ന വാർത്ത അതേ സമയം തന്നെ, അതായത് ഇന്ന് പുലർച്ചെ തന്നെയാണ് ഈ മഞ്ചേരിയിൽ നിന്നും ഇതുപോലുള്ളൊരു ഹൃദയം നുറുങ്ങുന്നൊരു വാർത്ത പുറത്തു വന്നത്. സ്വന്തം കുഞ്ഞിനെ, അതും 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്ത സംഭവം. അതിൻ്റെ കാരണം ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാരണം തന്നെ ആയിരിക്കുമോ? മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ അനുമോദ്? ടോം, ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മോങ്ങത്തുനിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതില് ഈ ഒരു യുവതിയുടെ ആശങ്ക, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അതേപോലെ കാഴ്ച കുറഞ്ഞു വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നൽകിയ സമ്മർദ്ദമാകാം ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൽ മറ്റാർക്കും പങ്കില്ല, കുറച്ചു ദിവസമായി സമ്മർദ്ദത്തിലാണ്, അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, ആരോടും വിരോധമില്ല, എന്റെയും കുഞ്ഞിന്റെയും വിധി ഇതാണെന്ന് കരുതി എല്ലാവരും സമാധാനിക്കുക, ആരും സങ്കടപ്പെടുക, എല്ലാവരോടും മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഹൃദയം നുറങ്ങുന്ന തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പാണ് സ്ത്രീ എഴുതിയിട്ടുള്ളത്. അതിൽ ഏറ്റവും അവസാനത്തെ വരി വായിക്കുമ്പോഴാണ് അതിലേറെ സങ്കടം. നമ്മുടെ മോനെയും കൊണ്ട് ഞാൻ പോവുകട്ടോ, ഒരുമിച്ച് ജീവിക്കാൻ വിധിയില്ല, എന്നോട് ക്ഷമിക്കണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ അവർ എഴുതിയിട്ടുള്ളത്. എത്രമാത്രം ഹൃദയഭേദകമാകുക കുടുംബത്തിന്റെ അവസ്ഥ എന്നാണ് നമുക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ പ്രതികരണമൊന്നും നമുക്കിതിൽ തേടാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം വൈകാരികമായിട്ടുള്ള വലിയൊരു സമ്മർദ്ദത്തിലാണ് അവരുള്ളത്. 3 മാസം മാത്രമാണ്. അനുമോദ്, അങ്ങനെ ബന്ധുക്കൾ ഈ യുവതിക്ക് ഇതുപോലുള്ളൊരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നതായി, കാഴ്ച വൈകല്യം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നതായി അവർ പറയുന്നുണ്ടോ? മാത്രമല്ല, ചില സ്ത്രീകളിൽ ഈ പ്രസവാനന്തരം ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഭവമാണ്, ഒരു കൊലപാതകം, കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാമെന്നൊരു നിഗമനമാണോ, അതോ ഇതുപോലുള്ളൊരു രോഗാവസ്ഥ അവരെ അലട്ടിയിരുന്നു? ഇക്കാര്യം നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ അറിവുള്ളതാണോ? നമ്മൾ ഈ യുവതിയുടെ ബന്ധുക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. അവർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് അതിന് ശ്രമിച്ചെങ്കിലും അവർ ഇപ്പോൾ സംസാരിക്കാനല്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യം. കാര്യം അവർക്ക് അറിയാം, അവരുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് അങ്ങനെയാണെന്ന് കണക്കാക്കാം. നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അവർക്ക് അത്തരത്തിലൊരു കാഴ്ച കുറഞ്ഞു വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ തുടർന്ന് വലിയ സമ്മർദ്ദത്തിലായിരുന്നു. അത് ആകാം ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നൊരു നിഗമനമാണ് പോലീസിന് പ്രാഥമികമായിട്ട് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെ 45 വയസ്സുണ്ട്, ആദ്യത്തെ കുഞ്ഞാണ്. ഒരുപക്ഷെ പ്രസവാനന്തരം ഉണ്ടായ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളോ അത്തരത്തിലുള്ള പ്രയാസങ്ങളോ ആകാം എന്നും കരുതുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൽ മറ്റാർക്കും പങ്കില്ല എന്ന നിഗമനം തന്നെയാണ് പോലീസിന് ഈ ഘട്ടത്തിലുള്ളത്. പ്രത്യേകിച്ച് അവരുടെ കൈപ്പടയിലുള്ള ആത്മഹത്യാക്കുറിപ്പ് കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ. പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ ഇത്തരത്തിലൊരു ദാരുണമായ ഒരു കൊലപാതകം നടത്തി സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് സ്വയം ജീവനൊടുക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാണെങ്കിലും അത് നമുക്ക് വരും ദിവസങ്ങളിലേ വ്യക്തമാവുകയുള്ളൂ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുടുംബത്തോടോ മറ്റവരുടെ പ്രിയപ്പെട്ടവരോടൊന്നും സംസാരിക്കാൻ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ കുട്ടിയാണ്.
വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ഒരു കുഞ്ഞാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സ്വന്തം കുഞ്ഞിനെ, അതായത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഒരു കുഞ്ഞിനെ ഒരു കൊലപ്പെടുത്താനുള്ള സാഹചര്യം അത് ഏറെ ദുഃഖിപ്പിക്കുന്നത് തന്നെയാണ്. ഈ ഭർത്താവ്, ഈ യുവതിയുടെ ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? പോലീസ് അയാളെ ചോദ്യം ചെയ്യുന്നുണ്ടോ? അത്തരത്തിലധികം ഒരു മാനസികമായ ബുദ്ധിമുട്ടി കുടുംബത്തിൽ നിന്നും ഈ യുവതി നേരിട്ടിരുന്നോ? ഈ യുവതി പ്രസവത്തിന് വേണ്ടി സ്വന്തം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. മോങ്ങത്താണ് ഈ യുവതിയുടെ വീട്. ഭർത്താവിന്റെ വീട് മാവൂരാണ്. ഭർത്താവ് അവിടെയാണ് താമസം. ഭർത്താവിന്റെ വീട്ടിലല്ല ഈ യുവതി ഉണ്ടായിട്ടുള്ളത്. ഭർത്താവ് ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. അയാൾ ഈ വിഷയം ഇപ്പോഴാണ് അറിഞ്ഞത്. ഈ മരണവാർത്ത അറിഞ്ഞാണ് വീട്ടിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ദുരൂഹതകളോ സംശയങ്ങളോ ഒന്നും തന്നെ ബാക്കിയില്ല. എന്തെങ്കിലും മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ, ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിരുന്നോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ദുരൂഹതയായിട്ട് അവശേഷിക്കുന്നത്. വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ മറ്റ് ദുരൂഹതകളില്ല. ഇനി അറിയേണ്ടത് ഏതെങ്കിലും രീതിയിലുള്ള ഈ പ്രസവാനന്തരം മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നോ, അക്കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. എറണാകുളം ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ പോക്സോ കേസ് അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേള കഴിഞ്ഞ്. എറണാകുളം ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പോക്സോ കേസ് അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എത്തിയതെന്ന് അനൂപ് മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പൊ നിലവില് ബലാത്സംഗം, അതുപോലെ തന്നെ കൊലപാതകം. ദേഹമാസകലവും കൺഫ്യൂഷൻ ഉണ്ട്. കഴുത്തിലും അടിവരലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഒച്ച വരാതിരിക്കാൻ, പുറത്ത് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം സമയം ശ്വാസം മുട്ടിച്ച് ഇത് ചെയ്തിട്ടുണ്ട്. കുട്ടി മരിച്ചു എന്നുള്ള ഒരു ധാരണയിൽ മറ്റുള്ളവർ അറിയുന്നുള്ള രീതിയിലാണ് അതിനെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഏകദേശം ആ ഒരു രീതിയിലാണ് അയാൾ രാത്രി 10:30 കയറി രാവിലെ കൺഫർമേഷൻ പ്രകാരം രാവിലെ 7 മണിക്കാണ് വീടിന്റെ ബാക്കിലെ സൈഡിലാണ് പോയിട്ടുള്ളത്. കൊണ്ടുനാക്കുള്ള ഒരു പ്രതി പട്ടികയിലോട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് മാത്രം തീരുമാനിക്കാം. 2 ക്രിമിനൽ കേസിലും ഒരു NDPSലും നിലവിൽ പ്രതിയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കി അന്വേഷണത്തിൽ കൂടുതലായിട്ട് പറയാം. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, പ്രതി അനൂപ് പെൺകുട്ടിയോട് ചെയ്ത കൊടുംക്രൂരതയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഈ പ്രതി അനൂപ് ഈ പോക്സോ കേസ് അതിജീവിതയായ പെൺകുട്ടിയെ ഇങ്ങനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. പ്രതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ. ഒരു വർഷമായി ഈ പെൺകുട്ടിയും യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവർ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. ഇതിനിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് യുവാവ് പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടിക്ക് മറ്റ് ചില ആൺസുഹൃത്തുക്കളുമായി ഒക്കെ സൗഹൃദമുണ്ടായിരുന്നു. ഇത് ഈ യുവാവിന്, ഈ അനൂപിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് ശനിയാഴ്ച രാത്രി 9 മണിയോടുകൂടി അനൂപ് ഈ പെൺകുട്ടിയെ വിളിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോൺ നിരന്തരം മറ്റൊരു കോളിലാണെന്ന് പറയുന്നു. ഇത് പിന്നീട് ഫോൺ എടുക്കാത്തതോ തിരിച്ചു വിളിക്കാത്തതോ ആണ് അനൂപിന് ഇത്തരത്തിലൊരു പ്രകോപനമുണ്ടായത്. അനൂപ് ഒരു 10 മണിയോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു. അതിനുശേഷം ആരാണ് ഫോണിൽ വിളിച്ചതെന്ന് ചോദിച്ചായിരുന്നു ഇവരുടെ തർക്കം തുടങ്ങുന്നത്. കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അനൂപ് അവിടെ എത്തിയതെന്ന് അനൂപ് പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കയ്യിൽ ഒരു കത്തിയും ചുറ്റികയും കരുതിയിരുന്നു. വീട്ടിലെത്തി പെൺകുട്ടിയുമായി വാക്കുതർക്കമുണ്ടാകുന്നു. അതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ച് ഈ പെൺകുട്ടിയുടെ തലയിലും ശരീരത്തുമൊക്കെ മാരകമായി മുറിവേൽപ്പിക്കുന്നു. ശേഷം പെൺകുട്ടിയുടെ തല ഭിത്തിയിലേക്ക് ഇടിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് ആ സമയത്ത് തന്നെ വീട്ടിലേക്ക് മറ്റൊരാൾ വന്നതുപോലെ അനൂപിന് തോന്നി. അത് ഈ പെൺകുട്ടി വിളിച്ചിട്ടാണ് വേറൊരു യുവാവ് അവിടേക്ക് എത്തിയതെന്ന സംശയം വീണ്ടും അനൂപിനുണ്ടാകുകയും അതിന്റെ പേരിൽ വീണ്ടും ഈ പെൺകുട്ടിയെ അതിക്രൂരമായി
ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പെൺകുട്ടി താൻ മരിക്കാൻ പോവുകയാണെന്ന് അനൂപിനോട് പറഞ്ഞപ്പോൾ എങ്കിൽ നീ പോയി ചത്തോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ആക്രോശിച്ചതോടെ പെൺകുട്ടി വീണ്ടും കയ്യിൽ ഉണ്ടായിരുന്ന ഷോൾ ഉപയോഗിച്ച് ഫാനിൽ കുരുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആ സമയത്ത് പെൺകുട്ടി പിടയുന്നത് കണ്ട് വേഗം തന്നെ അനൂപ് ഒരു കത്തിയെടുത്ത് ഫാൻ ഈ ഷോൾ അഴിച്ചിട്ടതിന് ശേഷം കുട്ടി വലിയ രീതിയിൽ ഒച്ച വെക്കുന്നുണ്ടായിരുന്നു. ആ ഒച്ച വെക്കുന്നത് ആരും കേൾക്കാതിരിക്കാൻ മുഖം പൊത്തിപ്പിടിച്ചു. ആ മുഖം പൊത്തിപ്പിടിച്ചതിലൂടെയാണ് പെൺകുട്ടി അബോധാവസ്ഥയിലാകുന്നത്. കുറച്ചു നേരം കൂടി അനൂപ് കാത്തിരുന്നു. ഈ പെൺകുട്ടി മരിച്ചു എന്ന് ഉറപ്പിച്ചു. അതിനുശേഷമാണ് അനൂപ് വീട്ടിന്റെ പുറകുവശത്തോടി ഓടി രക്ഷപ്പെട്ടത്. പക്ഷേ അനൂപ് കരുതിയിരുന്നത് ആ പെൺകുട്ടി മരിച്ചു എന്നായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം, അതായത് ഞായറാഴ്ച വൈകുന്നേരം ഒരു 4 മണിയോടുകൂടിയായിരുന്നു പെൺകുട്ടിയുടെ ബന്ധു ആ വീട്ടിലേക്ക് വരികയും കുട്ടി അവശനിലയിൽ ബോധരഹിതയായി കിടക്കുന്നത് കാണുകയും ചെയ്തത്. നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ച് ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പെൺകുട്ടിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. ഈ പെൺകുട്ടി ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. കാരണം ഇത് പെൺകുട്ടിയുടെ അച്ഛൻ, അതായത് ദത്തു പുത്രിയാണ്. പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു. അമ്മയുമായിട്ട് ഈ യുവാവ് നിരന്തരം ആ വീട്ടിൽ വരുന്നതിനെയൊക്കെ വലിയ രീതിയിൽ വിലക്കിയിരുന്നു. അമ്മയെ ഈ യുവാവ് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ അമ്മ പറഞ്ഞത് തനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ അനൂപിന്റെ വീട്ടുകാരെയും കൂട്ടി വരൂ, നമുക്ക് കല്യാണമായിട്ട് തന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അനൂപിന് അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ 3 വർഷത്തെ സമയം അനൂപ് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരരുതെന്ന് വിലക്കി. ഈ വിലക്കിനെ തുടർന്ന് ഈ യുവാവ് അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഈ പെൺകുട്ടിയും ഒക്കെ അമ്മയെ വല്ലാത്ത രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അത് ഭയന്നുകൊണ്ടാണ് ഈ അമ്മ ആ വീട്ടിൽ നിന്ന് പോയത്. അമ്മ മറ്റൊരിടത്തേക്ക് താമസം മാറിയത്. അതിനിടയിലാണ് ഇത്രയും വലിയൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. തീർച്ചയായും നവമി, അത് തന്നെയാണ് അതിൽ പല സംശയങ്ങളും ഉള്ളത്. ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി അറിയേണ്ടതുണ്ടല്ലോ. ഈ പ്രതി അനൂപിൻ്റെ ഏതെങ്കിലും ലഹരിക്കടിമയാണോ, ലഹരി കേസിൽ മുൻപ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണോ? കാരണം അതല്ലെങ്കിൽ ഒരു സുബോധമുള്ള ആളാണെങ്കിൽ ഈ രീതിയിൽ ഒരു കാമുകിയോട് ഇത്തരം ക്രൂരത ചെയ്യുമോ? ടോമി, ഈ യുവാവും അതോടൊപ്പം ഈ പെൺകുട്ടിയും ഇരുവരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ യുവാവ് ഈ പെൺകുട്ടിക്ക് ലഹരി എത്തിച്ചു നൽകാറുണ്ടായിരുന്നു. 3 കേസുകൾ ഈ യുവാവിന്റെ പേരിൽ നിലവിലുണ്ട്. തലയോലപ്പറമ്പ് സ്വദേശിയാണ് അനൂപ്. അവിടെ 2 ആക്രമണ കേസുകളും ഒപ്പം ഒരു ലഹരി കേസ്, അങ്ങനെ 3 കേസുകളാണ് അനൂപിന്റെ പേരിലുള്ളത്. അനൂപും അതിന്റെ പശ്ചാത്തലവും ഒക്കെ പോലീസ് വ്യക്തമാക്കുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഒപ്പം അനൂപിന്റെ നാട്ടുകാർക്ക് പോലും, അതായത് അനൂപിന്റെ വീട്ടിലുള്ള സമീപ പ്രദേശത്തുള്ളവർക്ക് പോലും അനൂപിനെ ഇഷ്ടമായിരുന്നില്ല. എപ്പോഴും ആ നാട്ടിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു യുവാവ് കൂടിയായിരുന്നു അനൂപ്. അതുകൊണ്ട് തന്നെ ഈ അനൂപിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചതും നാട്ടുകാർ തന്നെയാണ്. ഈ സംഭവം നടന്ന, അതായത് ശനിയാഴ്ച ഈ കാര്യം പോലീസ് അറിയുന്നു. അനൂപിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അനൂപ് ഒളിവിലായിരുന്നു. പിറ്റേന്ന്, അതായത് തിങ്കളാഴ്ച രാവിലെ അനൂപ് വീട്ടിലെത്തി എന്ന വിവരം നാട്ടുകാരാണ് പോലീസിനെ വിളിച്ചറിയിക്കുകയും കൃത്യമായി പോലീസിന് അനൂപിനെ പിടികൂടാൻ കഴിഞ്ഞതും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിന്റെ പരിസരത്തും അനൂപ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വാഹനമൊക്കെ റോഡിന്റെ നടുക്കൊക്കെ പാർക്ക് ചെയ്തതിൽ ഈ നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുമ്പോഴും അനൂപ് അവരോട് ആക്രോശിക്കുകയും മർദ്ദിക്കാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പോലീസിന് അനൂപിനെതിരെ പരാതി നൽകുകയും ഇത് ഈ പെൺകുട്ടിയോട് അന്വേഷിക്കാൻ പോലീസ് എത്തുമ്പോൾ പെൺകുട്ടി ഉൾപ്പെടെ ഈ അനൂപിനെ സംരക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലീസിനോട് മോശമായി പെരുമാറുന്ന തരത്തിലൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ അനൂപിനെ പറ്റി അനൂപിന്റെ നാട്ടിലും ഒപ്പം ഈ പെൺകുട്ടിയുടെ സമീപത്ത് താമസിക്കുന്നവരൊക്കെ വളരെ മോശം അഭിപ്രായമാണ് പറയുന്നത്. പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഈ പെൺകുട്ടിക്കും അനൂപ് ലഹരി എത്തിച്ചു നൽകാറുണ്ട്, ആ പെൺകുട്ടിയും ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ടോം, ഈ പെൺകുട്ടിയെ, അതായത് അന്ന് ഈ ആക്രമണം നടക്കുന്ന ദിവസം തന്നെ ഈ അനൂപ് പെൺകുട്ടിയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് നിരസിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയെ മൃഗീയമായി, അടിവയറ്റിലൊക്കെ വലിയ മൃഗീയമായി
ഒരു ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് പെൺകുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ്. അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയുന്നതുമില്ല. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ, പോക്സോ കേസ് അതിജീവിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതി അനൂപിൻ്റെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി പെൺകുട്ടിയെ ഉപദ്രവിച്ചുവെന്നാണ് പ്രതിയുടെ മൊഴി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസാണ് പോലീസ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പിടിയിലായ പ്രതി ചെന്താമരയെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. നാളെ ഇതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. നാട്ടുകാരുടെ രോഷം, തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾക്ക് വെല്ലുവിളിയാകും എന്നാണ് നിഗമനം. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കുന്നു. അതിനുശേഷം എന്തൊക്കെയായിരിക്കും നടപടികൾ? ടോം, തിങ്കളാഴ്ചയോടുകൂടി ഈ പ്രതി ചെന്താമരയെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്താനാണ് ഈ പോലീസിന്റെ നീക്കം. അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യം നടന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഈ കൊലപാതകം കണ്ട ദൃക്സാക്ഷികൾ ഒന്നുമില്ല. അതിനാൽ തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യം അത് പുനരാവിഷ്കരിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. കാരണം ഈ പ്രതി പറഞ്ഞതനുസരിച്ച് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയതനുസരിച്ച് ഇയാൾ വരുന്നത് സുധാകരൻ ബൈക്കിൽ നിന്ന് വരുന്ന ഇരുചക്ര വാഹനത്തിൽ നിന്ന് വരുന്നു. അത് ഈ പ്രതിയെ തട്ടിയപ്പോഴാണ് വെട്ടുകത്തിയെടുത്ത് വെട്ടിയതെന്നാണ് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയത്. എന്നാൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പ്രതി കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ്, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം, ഈ കുടുംബത്തോടും സുധാകരന്റെ കുടുംബത്തോടും വൈരാഗ്യം ഏറെ നാളായി മനസ്സിൽ കൊണ്ട് നടന്ന ആളാണ്. ആസൂത്രണം ചെയ്ത് പക വീട്ടിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് എങ്ങനെ ഈ കൊലപാതകം നടന്നു എന്നത് സംബന്ധിച്ച് ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ പ്രതിയെ തിരച്ചിലിന്റെ ഘട്ടത്തിലടക്കം മുതൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു രോഷം, അല്ലെങ്കിൽ ഈ പോലീസിന് നേരെ പോലും നാട്ടുകാർ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പോലീസ് ഒരു കൃത്യമായ നടപടി എടുക്കാത്തത് കൊണ്ടാണ് കൊലപാതകം നടന്നത്. അതുകൊണ്ട് പോലീസിനെതിരെ പോലും നാട്ടുകാർ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രതിയെ പിടികൂടുമ്പോഴും ആ പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴൊക്കെ വലിയ തരത്തിലുള്ള നാട്ടുകാരുടെ ഒരു രോഷപ്രകടനം നമ്മൾ കണ്ടതാണ്. ലാത്തി ചാർജിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി ഈ പ്രതിയെ ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് എത്തരത്തിലായിരിക്കും ഒരു പ്രതികരണം ഉണ്ടാവുക എന്നത് ഒരു ആശങ്കയുണ്ട്. അതിനാൽ തന്നെ നീക്കങ്ങളെല്ലാം വളരെ രഹസ്യമാക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. കാരണം ഇപ്പോൾ ആ ഒരു മേഖലയിൽ ഈ പ്രതിയുടെയും സുധാകരന്റെയും വീടിനോട് ചേർന്ന് ഒരു പോലീസ് ജീപ്പ് വരുമ്പോൾ പോലും നാട്ടുകാർ ഈ പ്രതി അതിൽ ഉണ്ടാകാമെന്ന ഒരു നിഗമനത്തിൽ, അല്ലെങ്കിൽ അത്തരം ഒരു സംശയത്തിൽ പാഞ്ഞ് ആ ഒരു മേഖലയിലേക്ക് വരുന്നതും ഈ പ്രതിയെ കൈകാര്യം ചെയ്യുമെന്ന് ആഹ്വാനം ചെയ്യുന്നതൊക്കെ അത്തരം സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രതിയെ തെളിവെടുപ്പിന്, അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം നടന്നത് എങ്ങനെയെന്ന് ആ സീൻ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഈ പ്രകോപനം അല്ലെങ്കിൽ രോഷപ്രകടനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഷംന. അതുകൊണ്ട് ഈ തുടക്കത്തിൽ തന്നെ, അതായത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തന്നെ ഉടൻ തന്നെ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ, നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊലപാതകം പുനരാവിഷ്കരിക്കുക ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അതോ നാട്ടുകാരുടെ ഈ ഒരു അമർഷം, ഇതൊക്കെ തണുത്ത ശേഷം മാത്രമായിരിക്കും അത്തരം ഒരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ? ടോം, അത് തന്നെയാണ് ഈ നാട്ടുകാരുടെ ഈ ഒരു രോഷം അത് അടങ്ങിയതിന് ശേഷം മതി എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതേസമയം തന്നെ ഈ രോഷമൊന്നും അടങ്ങുന്നത് വരെ കാത്തു നിൽക്കാൻ മേലുദ്യോഗസ്ഥരടക്കം പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ തിങ്കളാഴ്ചയ്ക്ക് ശേഷം, അതായത് കസ്റ്റഡിയിൽ എടുക്കുക തിങ്കളാഴ്ചയാണ്, അതിനുശേഷം പതുക്കെ രഹസ്യ സ്വഭാവത്തിൽ തന്നെ നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. പക്ഷേ ഈ പറഞ്ഞ നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി എന്ന് പറയുന്നത് തീർത്തും ഒരു ഗ്രാമപ്രദേശം. ഈ പ്രതിയുടെ രഹസ്യമൊഴി
പ്രതിയുടെ രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ടല്ലോ. സാധാരണഗതിയിൽ ഇത്തരമൊരു നീക്കം തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. ഇതെന്തുകൊണ്ടായിരിക്കാം ഈ പ്രതി ഈ മൊഴികൾ ഇങ്ങനെ മാറ്റുന്നതാണോ ഈ രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ പ്രതി പറഞ്ഞിരുന്നത് ഈ ഒരു പ്രകോപനം, അതായത് സുധാകരന്റെ വാഹനം ഇടിച്ചതാണ് കാരണം, അതിനുശേഷമാണ് ഈ വെട്ടിയത്, ഈ സുധാകരനെ കൊലപ്പെടുത്തിയത്. പിന്നീട് ഈ അമ്മ ലക്ഷ്മി തെറി വിളിച്ചുകൊണ്ട് പുറത്തുനിന്നും വന്നപ്പോഴാണ് ലക്ഷ്മിയെയും വെട്ടിയത് എന്ന തരത്തിലാണ് പ്രതി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയത്. പക്ഷേ അതിനുശേഷം പ്രതിയെ പിടികൂടിയ സാഹചര്യത്തിലടക്കം ഇനിയും 3 പേരെ കൊല്ലാനുണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റിൽ ഇനിയും ആളുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് പ്രതി പ്രതികരിച്ചത്. ഒപ്പം തന്നെ യാതൊരു കൂസലില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഈ പ്രതിക്കുണ്ടായിരുന്നില്ല. ലോക്കപ്പിൽ കിടക്കുമ്പോൾ പോലും പോലീസുകാരൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, പ്രതിക്ക് ഒരു കുറ്റബോധവും ഇല്ല, ലോക്കപ്പിനുള്ളിൽ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ. അയാളുടെ ഒരു വിഷമം ഈ പറയുന്ന ബാക്കി 3 പേരെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ, ഇനി ഒരു അവസരം കിട്ടിയാൽ അതും നടത്തുമെന്ന തരത്തിലാണ് പ്രതികരിച്ചത്. പക്ഷെ പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് കോടതി എന്തെങ്കിലും പറയാനുണ്ടോ, ഈ പ്രതി രക്ഷപ്പെടുന്നതിനിടക്ക് കാലിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, അതല്ലാതെ മറ്റ് പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ തെറ്റ് ചെയ്തു പോയി, 2 പേരെ കൊന്നുപോയി, എനിക്ക് ക്ഷമിക്കണം, ഞാൻ കൊന്നുപോയി, എനിക്ക് ശിക്ഷ തരണം, 100 വർഷം വേണമെങ്കിലും എന്നെ ശിക്ഷിച്ചോളൂ, കാരണം ഈ എൻ്റെ മകളും മരുമകനൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ള നല്ല ഉയർന്ന ജോലിയുള്ള ആളുകളാണ്, അവരുടെ മുമ്പിൽ ഇനി എനിക്ക് തല കുനിക്കാൻ വയ്യ, എന്നെ എത്ര വർഷം വേണമെങ്കിലും ശിക്ഷ എനിക്ക് തരൂ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജയിലിൽ ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പോലീസ് പിടികൂടിയ സമയത്തും ഒന്നും ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ ഇനിയും കൊലപാതകങ്ങൾ ചെയ്യും എന്ന് ആഹ്വാനം ചെയ്തിരുന്ന ഒരു പ്രതി എന്തുകൊണ്ട് കോടതിയിലെത്തിയപ്പോൾ ഇത് തെറ്റുപറ്റിപ്പോയി എന്ന നിലയിൽ പറഞ്ഞു എന്നതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയതനുസരിച്ച് ഈ വിഷം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ വൈദ്യപരിശോധനയിൽ അത് കണ്ടെത്തിയില്ല. അങ്ങനെ പോലീസിന്റെ അന്വേഷണം ഈ പല തരത്തിൽ വഴിതിരിക്കാൻ വേണ്ടി പ്രതി പല മൊഴികളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പോലീസിന് ഈ പ്രതിയുടെ ഇതുവരെയുള്ള വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയുടെ രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനിരിക്കുകയാണ് പോലീസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കം. കാരണം പ്രതി അടിക്കടി മൊഴി മാറ്റുന്നുണ്ട്, ഇത് ഒഴിവാക്കാൻ എന്ന ലക്ഷ്യം. മാത്രമല്ല ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായുള്ള പ്രതിസന്ധി, പ്രതിയുടെ ഈ മൊഴികളിലെ വൈരുദ്ധ്യമടക്കം പല രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പോലീസ് രഹസ്യമൊഴിയെടുക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് വിവാഹം നടക്കാനിരിക്കെ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കടപ്പളാമറ്റം വയലാ നെല്ലിക്കുന്ന് കൊച്ചുപറമ്പിൽ ജിൻസന്റെ മകൻ ജിജോയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10-ന് കോട്ടയം MC റോഡിൽ കാളികാവിലുണ്ടായ അപകടത്തിലാണ് മരണം. ജിജോയും സുഹൃത്ത് അജിത്തും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് എതിരെ വന്ന ടെമ്പോ ട്രാവലർ ഇടിച്ച അപകടം ഉണ്ടായത്. ഉടൻ തന്നെ ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജിജോയുടെ മരണം സംഭവിച്ചിരുന്നു. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്തിലേക്ക് പോകും മുൻപ് ഈ അപകടത്തിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും അവരുടെ ഈ ജിജോയുടെ ഒരു സുഹൃത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. എല്ലാ ദിവസവും എൻ്റെ വണ്ടിയും കൊണ്ടാണ് ഡെലിവറിക്ക് വരെ പോകുന്നത്. ഇന്നലെ എന്നെ വിളിച്ചില്ല, ഇന്നലെ ലീവായിരുന്നു. ഇന്ന് കല്യാണത്തിൻ്റെ സാരിയും താലിയൊക്കെ മേടിക്കാൻ പോവുക. അവൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വേണം പോകാമായിരുന്നു, അവനോട് പറഞ്ഞില്ല, അവനെ വിളിച്ചില്ല ഇന്നലെ. അറിയത്തില്ല എനിക്ക്, ഇത്ര നാളും പ്രണയിച്ച് നടന്നിട്ട് കല്യാണമൊക്കെ ആയതിന് പള്ളി വെച്ച് കെട്ടണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവനിപ്പോൾ അച്ഛൻ്റെ പുറകെ നടന്ന് അവൻ ഇന്ന് ഇതാക്കിയത് തന്നെ. വിശദാംശങ്ങളുമായി G ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. കാരണം ഇന്ന് വിവാഹം നടക്കാനിരിക്കെ യുവാവിൻ്റെ ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇതെങ്ങനെയായിരുന്നു ഈ അപകടം? ഈ ജിജോയുടെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? സംസ്കാര ചടങ്ങുകൾ അല്പസമയം കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് 4 മണിയോടുകൂടി ഇവിടെ തന്നെ നടക്കും. വയലേക്ക് അടുത്തുള്ള സെൻറ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതായത് ഇന്ന് കല്യാണം നടക്കേണ്ട അതേ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ
നടക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് സുഹൃത്ത് അജിത്തുമായി ബൈക്കിൽ ഇയാൾ യാത്ര ചെയ്യുകയും ഇതിനിടെ അപകടമുണ്ടാകുകയും ചെയ്തത്. എടുത്തു പറയേണ്ടത് ഇന്ന് ഈ മതപരമായ വിവാഹ ചടങ്ങുകൾ മാത്രമാണ്, പള്ളിയിൽ വെച്ചുള്ള ചടങ്ങുകൾ മാത്രമാണ് ഇന്ന് നടക്കുന്നത്. ഇവർ കുറച്ചു കാലമായി ഒരുമിച്ച് കഴിയുകയാണ്. അതായത് ഈ സമീപത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടിയാണ്, ഏതാണ്ട് 1 കിലോമീറ്റർ പരിധിയിലുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവർ ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു, അതിനുശേഷം ഒരുമിച്ച് കഴിയുന്നു. തുടർന്ന് ഈ ജെയ്മോൻ എന്ന് പറയുന്ന ആളുടെ പ്രതികരണമാണ്, ഇദ്ദേഹത്തിൻ്റെ ജിജോയുടെ ആത്മസുഹൃത്താണ് ജെയ്മോൻ. എല്ലാ കാര്യത്തിലും സ്ഥിരമായി ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇന്നലെ ജെയ്മോനെ അല്ല വിളിച്ചത്, അജിത്തുമായാണ് പോയത്. അതായത് ഈ പള്ളിയിൽ അച്ഛനുമായൊക്കെ സംസാരിച്ച് പള്ളിയിൽ വെച്ചൊരു കല്യാണം നടക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. നേരത്തെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ്, പള്ളിയിൽ വെച്ച് ഒരു കല്യാണം നടക്കുക എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഭാര്യയ്ക്ക് മറ്റ് പുടവയും എല്ലാം താലിമാലയും എല്ലാം വാങ്ങിയ ശേഷം ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. പക്ഷേ ആ കാത്തിരിപ്പാണ് ഇങ്ങനെയൊരു വലിയ ദുരന്തത്തിലേക്ക്, ഒരു കുടുംബത്തിനാകെ നഷ്ടമാകുന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തിയത്. 2 സഹോദരിമാരാണ് ജിയോയ്ക്ക് ഉള്ളത്. ഈ മറ്റേ പെൺകുട്ടിയും ഇന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതായത് അവർക്ക് ഒരുപാട് കാലമായി അവർക്ക് കാണുന്ന പല സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയുന്ന ഭാര്യയെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത്. എന്തായാലും ജിയോയുടെ അമ്മയും അച്ഛനും ഒക്കെ തന്നെ വലിയ വേദനയോടുകൂടി ആ വീട്ടിൽ നിൽക്കുന്നു. ഒരുപാട് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. ജിയോ നേരത്തെ ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി ഏജൻ്റായി ജോലി ചെയ്യുകയായിരുന്നു. ഈ ജെയ്മോൻ്റെ ബൈക്കൊക്കെ എടുത്താണ് ഡെലിവറിക്ക് പലപ്പോഴും പോകാറുള്ളത്. കേവലം 22 വയസ്സ് മാത്രമേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ ഇവർ ഏതാണ്ട് കഴിഞ്ഞ 4 വർഷമായി ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അവർ ഒരുമിച്ച് താമസിക്കുന്നു. ഇങ്ങനെയെല്ലാം നിൽക്കുന്നു. പിന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളത് ഇങ്ങനൊരു വിവാഹം, പള്ളിയിൽ വെച്ച് നടക്കുന്നൊരു വിവാഹമായിരുന്നു. ആ വലിയ സ്വപ്നത്തിലേക്ക് അടുക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിയത്. എന്തായാലും വൈകാതെ ഇന്ന് ആ കല്യാണം നടക്കേണ്ട ആ പള്ളിയിലേക്ക് ജിയോയുടെ മൃതദേഹം എത്തിക്കും. വൈകാതെ ഏതാണ്ട് 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കും. എനിക്ക് പിന്നിലാണ് ഈ വീടുള്ളത്. അവിടേക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരുമൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടോം, തീർച്ചയായും ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറെ അതിനെ ആശ്വസിപ്പിക്കാൻ പോലും, പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ ഒരു പക്ഷേ കുടുംബം ഏറെ ബുദ്ധിമുട്ടും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. പെൺകുട്ടിയും അതായത് ഈ ജിജോയുടെ പ്രതിശ്രുത വധുവും ഈ സ്ഥലത്ത് ഈ വീട്ടിലെത്തിയിട്ടുണ്ടോ? ടോം, നേരത്തെ അതാണ്, അതായത് ഈ ജിയോയുടെ വീട്ടിൽ തന്നെയാണ് ഈ പെൺകുട്ടിയും താമസിച്ചിരുന്നത്. ഇന്നൊരു ഔദ്യോഗികമായ ആചാരപരമായ ചടങ്ങ് എന്നുള്ള നിലയിൽ ഇന്ന് വിവാഹം നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പെൺകുട്ടിയും ഈ വീട്ടിൽ ഇവരുടെ എല്ലാം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഇവിടെ തന്നെ താമസിക്കുകയായിരുന്നു. ഇന്നലെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അത് കടുത്ത മാനസിക പ്രശ്നങ്ങളിലായിരുന്നു. ഇന്ന് രാവിലെ ആശുപത്രിയിൽ ഒക്കെ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ട ശേഷം ഈ ജിയോയുടെ മൃതദേഹം എത്തിക്കുന്നതിന് ഏതാണ്ട് അല്പസമയം മുമ്പാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഈ പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. അലമുറയിട്ട് കരയുന്ന ആ ഒരു പെൺകുട്ടിയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ സാധിച്ചത്. കാരണം ഇവർക്കിടയിൽ ഏറെക്കാലമായുള്ള പ്രണയമാണ്, അവർ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ നിയമപരമായ വിവാഹം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പള്ളിയിൽ വെച്ചുള്ളൊരു ആചാരപരമായ ചടങ്ങ് അവരെ സംബന്ധിച്ച് വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയത്. ആ സമയത്ത് തന്നെയാണ് അപ്രതീക്ഷിതമായി ജിയോയെ മരണം തട്ടിയെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഏറെ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ കാളികാവ് എന്ന് പറയുന്നത്. ഈ കുറവിലങ്ങാടിനും ഏറ്റുമാനൂരിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് കാളികാവ്. നിരന്തരം പലപ്പോഴായി രാത്രി വൈകിയൊക്കെ ദീർഘദൂര വാഹനങ്ങളൊക്കെ അമിത വേഗതയിൽ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. കോലഞ്ചേരിയിൽ നിന്ന് വന്ന ഒരു ട്രാവലറും ആയിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ആശുപത്രിയിലേക്ക് ജിയോയെ കൊണ്ടുപോകുന്ന വഴി തന്നെ ജിയോയുടെ മരണം സംഭവിച്ചു. അജിത്തിൻ്റെ ആരോഗ്യനിലയും ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അജിത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലൊക്കെ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ രാത്രിയിലാണ് എംസി റോഡിലുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിൻ്റെ ആരോഗ്യനിലയും ഗുരുതരമെന്നാണ് പുറത്തുവരുന്ന
വിവരങ്ങൾ. എന്തായാലും ഇന്ന് വിവാഹം നടക്കേണ്ട പള്ളിയിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആ യുവാവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. ആ കുടുംബത്തെ സംബന്ധിച്ചും ആ പെൺകുട്ടിയെ സംബന്ധിച്ചും ഏറെ വേദന നിറഞ്ഞ കാര്യമാണത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിയെ കുത്തിയതിന് കാരണം സ്കൂളിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള മുൻ വൈരാഗ്യം. നെട്ടയത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയ +1 വിദ്യാർത്ഥി ഇക്കാര്യം പോലീസിനോട് സമ്മതിച്ചു. വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിനുള്ളിൽ കുത്തേറ്റ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പരിക്കേറ്റ പേയാട് സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തു. ഇന്നലെ നെട്ടയം മലമുകളിലുള്ള സ്വകാര്യ സ്കൂളിലെ ബസ്സിൽ വെച്ചായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ സമീപകാലത്ത് ഈ കൗമാരക്കാരായ കുട്ടികൾ മാരകായുധങ്ങൾ എടുത്ത് സഹപാഠികളെ കുത്തുന്ന സംഭവം, അവർക്ക് നേരെ കൊലവിളി, അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തുന്ന സംഭവങ്ങളൊക്കെ ഈ സമീപകാലത്ത് പലയിടങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഈ സ്കൂൾ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിയെ കുത്തിയതിന് കാരണം മുൻവൈരാഗ്യം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിട്ടാണോ പോലീസ് ഇതിനെ കാണുന്നത്? ടോം, അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. ഒരു കൃത്യമായ പ്രകോപനം തന്നെയാണ് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ +1 വിദ്യാർത്ഥി വട്ടിയൂർക്കാവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്വകാര്യ സ്കൂളിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തെ തുടർന്ന് ഇവർ തമ്മിൽ മുൻവൈരാഗ്യം നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഇന്നലെ നെട്ടയത്തെ ഈ സ്വകാര്യ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ബസ്സിനുള്ളിൽ വെച്ച് വീണ്ടും വാക്കേറ്റമുണ്ടായത്. ആ വാക്കേറ്റം ഒരു പ്രകോപനത്തിലേക്ക് നയിക്കുകയും തുടർന്ന് ഈ +1 വിദ്യാർത്ഥി കയ്യിലുണ്ടായിരുന്ന പേപ്പർ കട്ട് ചെയ്യുന്ന കത്തി ഉപയോഗിച്ച്, ചെറിയ കത്തി ഉപയോഗിച്ച് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ വിധേയനാക്കി. സമീപത്ത് തന്നെയുള്ള പേരൂർക്കടയിലുള്ള ആശുപത്രിയിലാണ് ഉടൻ തന്നെ എത്തിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെയാണ് വിശദമായ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയത്. ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യനില ആശങ്കാജനകമല്ല. അദ്ദേഹം ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് പുറത്തുവരുന്ന സൂചനകൾ. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ മുൻവൈരാഗ്യത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിന് പോലീസ് ഇപ്പോഴും ഈ +1 വിദ്യാർത്ഥിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. അതാണ് അറിയേണ്ടത് ഡാൻ. കാരണം ഈ മുൻവൈരാഗ്യമാണെന്ന് പറയുന്നുണ്ട്. ഈ ബസ്സിൽ വെച്ച് അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ ഈ രീതിയിലുള്ള ആക്രമണത്തിൽ കലാശിച്ചത്? ടോം, അതായത് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ തമ്മിലുണ്ടായ ഈ വാക്കുതർക്കം ഈ സ്കൂൾ പരിസരത്ത് വെച്ച് തന്നെ ഉണ്ടായത്. അത് സുഹൃത്തുക്കൾ ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇവർ എന്താണ് ഈ മുൻവൈരാഗ്യത്തിലേക്കും തർക്കത്തിലേക്കും നയിക്കാനിടയ കാരണം എന്താണെന്നുള്ളതിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത്. അത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പോലീസ് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിലും പരിമിതികളുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രകോപനത്തിലേക്ക് +1കാരനെ നയിച്ചത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. വൈകാതെ അത് സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന നടപടികളുമായി സഹകരിക്കും. അങ്ങനെ കേസുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് വിശദാംശങ്ങൾ വൈകാതെ തന്നെ അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? കാരണം അങ്ങനെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഒരു സ്കൂളിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ തമ്മിലാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. പിന്നീട് അത് കത്തിക്കുത്തിൽ കലാശിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഈ വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? പോലീസ് എന്ത് നടപടിയാണ് പോലീസ് ഈ വിദ്യാർത്ഥിക്കെതിരെ, ഈ 9ാം ക്ലാസ്സുകാരനെ ആക്രമിച്ച +1 വിദ്യാർത്ഥിക്കെതിരെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഡാൻ? അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. ഏത് തരത്തിലുള്ള നടപടികളാണെന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തത കൈവന്നിട്ടില്ല. സ്കൂൾ അധികൃതർ അക്കാര്യത്തിൽ ഇനി പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് കൂടിയതിനു ശേഷമായിരിക്കും, അവരുടെ പ്രതിനിധികളുടെ മീറ്റിംഗ് കൂടിയതിനു ശേഷമായിരിക്കും എങ്ങനെ വേണം തുടർ നടപടികൾ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. എന്തായാലും അച്ചടക്ക നടപടികൾ ഈ +1 വിദ്യാർത്ഥിയുടെ നേർക്ക് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത.
അതോടൊപ്പം ഈ കാര്യങ്ങൾ ഇവർ തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന കാര്യം അധ്യാപകർക്ക് നേരത്തെ അറിയാമായിരുന്നോ? അറിഞ്ഞിട്ടും അവർ ആ വിഷയത്തിൽ ഇടപെടാതിരുന്നതാണോ? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. നമുക്കറിയാം ഈ സമീപകാലത്ത് പാലക്കാട് എന്നുള്ളൊരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഡാനിലേക്ക് ഇപ്പോൾ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇപ്പോൾ തിരുവനന്തപുരം ബാലരാമപുരത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ കേസിൽ ഇപ്പോഴും ചില വ്യക്തതകൾ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഈ കുഞ്ഞിൻ്റെ അമ്മാവനാണ് കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മയും അമ്മാവനെയും പ്രതി ചേർക്കുമെന്ന് പറയുന്നു. അമ്മ പക്ഷെ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അച്ഛൻ ഈ കേസിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ കേസിൽ പങ്കില്ല എന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിയെ കുത്തിയതിന് കാരണം സ്കൂളിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള മുൻവൈരാഗ്യമാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഡാനിലേക്ക് വേണ്ടി ഞാൻ നേരത്തെ ചോദിച്ച് നിർത്തിയ സംഭവം ഇതായിരുന്നു. കാരണം നമുക്കറിയാം ഈ സമീപകാലത്ത് പാലക്കാട് സ്കൂൾ പ്രിൻസിപ്പളിന് നേരെ +2 വിദ്യാർത്ഥി കൊലവിളി നടത്തിയ സംഭവം, ആ ദൃശ്യങ്ങൾ കേരളത്തെ ഒന്നടങ്കം നടുക്കിയതാണ്. തൊട്ട് പിറ്റേ ദിവസമാണ് കോഴിക്കോട് ഒരു +1 വിദ്യാർത്ഥി സഹപാഠിയുടെ കഴുത്ത് മുറിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരു പേയാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ അതേ സ്കൂളിൽ പഠിക്കുന്ന +1 വിദ്യാർത്ഥി കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ. നമ്മുടെ കൗമാരം, നമ്മുടെ കുട്ടികൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ സ്കൂളുകളിലൊക്കെ ഈ അക്രമവാസന കാണിക്കുന്ന കുട്ടികൾക്കെതിരെ പലപ്പോഴും നടപടികൾ സ്വീകരിക്കാൻ പോലും കഴിയില്ല എന്ന് പല അധ്യാപകരും പറയുന്നുണ്ട്. അത്തരം നടപടികൾ അവരെ ശകാരിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും അധ്യാപകർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. നമ്മുടെ നിയമങ്ങൾ ചില നിയമങ്ങളിലൊക്കെ അത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു വിദ്യാർത്ഥി ഇതേ രീതിയിൽ അക്രമവാസന സ്ഥിരമായി പ്രകടിപ്പിക്കുന്നൊരു വ്യക്തിയായിരുന്നോ? അത്തരം കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ടോം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ ആശങ്കാജനകമായ വിവരങ്ങൾ സംസ്ഥാനത്തെ പല സ്കൂളുകളിൽ നിന്ന് നേരത്തെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പും പോലീസും ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് നടത്തിയ ഇടപെടലുകളെ കുറിച്ചും ഒരുപാട് ചർച്ചകൾ നടന്നതാണ്. പക്ഷെ അപ്പോഴും ഈ അക്രമവാസനയുള്ള കുട്ടികൾ ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിലുണ്ട്. അവരിങ്ങനെ ആയുധം എടുത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു പേയുടെ ഒരു സ്കൂളിൽ മാത്രം അല്ലെങ്കിൽ നെട്ടയത്തെ ഒരു സ്കൂളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആശങ്കയല്ല. അതിന് വലിയ തരത്തിലുള്ള മാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ബോധവൽക്കരണം ഈ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതിന്റെ ഒരു അനിവാര്യതയിലേക്ക് കൂടിയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. അത് കൃത്യമായി കൗൺസിലിംഗ് ഉൾപ്പെടെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഇടപെടലുകൾ അടക്കം ക്രിയാത്മകമായി നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്കറിയാം ഈ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തുടക്കത്തിൽ തന്നെ അത് കൃത്യമായി ഇടപെട്ട് രമ്യതയിൽ എത്തിക്കാനുള്ള ഒരു നീക്കം അധ്യാപകരുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകാതിരുന്നാൽ അതിങ്ങനെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിൽ സ്കൂൾ ബസിനുള്ളിൽ വെച്ച് സഹപാഠിയെ മറ്റൊരാൾ കുത്തി എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾക്ക് തടയിടേണ്ടതിൽ കൃത്യമായ ഒരു ജാഗ്രത അധ്യാപകരുടെ ഭാഗത്തു നിന്നുകൂടി പുലർത്തേണ്ട സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകി. ഡാൻ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന്, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, ഈ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ ഇടപെടൽ അനിവാര്യമാണ്. കാരണം നമ്മുടെ കൗമാരം കൈവിട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഈ ലഹരിയുടെ അമിതമായ ഉപയോഗം, ലഹരിയിൽ മയങ്ങുന്ന കൗമാരവും യുവത്വവും പല രീതിയിൽ അക്രമവാസന സൃഷ്ടിക്കുന്നു. പിന്നീട്
അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തുന്നു, സഹപാഠികളെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.